വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കണ്ടോ രുദ്രന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. രുദ്രന് 2 പല്ല് വന്നു കേട്ടോ. 2 അല്ല, താഴെ ഒരെണ്ണം, മേളില് 2 ഓ, എന്തേ ഉറക്കം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ മടിയായത് കാരണം ഞാൻ പിൻവലിഞ്ഞു നിൽക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഒരു മൂഡായി. അപ്പം അങ്ങനെ വീഡിയോ ഇടാന്ന് വിചാരിച്ചേട്ടോ. അപ്പം അവന് വേണ്ടിയിട്ട് 1-2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ പല്ല്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ. സാധനങ്ങൾ മേടിച്ചിട്ട് അവൻ അതിൽ കളിക്കുന്നത് എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതുവരേക്ക് സ്റ്റേ ട്യൂൺഡ്. വീഡിയോ അവസാനം വരെ കാണണേ. കളിക്കുക. ഒന്ന് ഒളിച്ചേ പറഞ്ഞ ഒളിച്ചേ 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 ഒളിക്കോ ഒളിക്കോ ടാറ്റ തരും. അയ്യോടാ, ഇതാ അവന്റെ പല്ല്. തൊണ്ണാപ്പി ആയിരുന്നു, ഇപ്പൊ അവന് കുഞ്ഞു പല്ലൊക്കെ വന്നേ. ഇപ്പൊ ബിഗ് ബോയ് ആയില്ലേ. ബിഗ് ബോയ് രുദ്രു. എല്ലാവരും പോയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ. ആ ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങൾ നെയിൽ പോളിഷ് തരുന്നതായിരിക്കും. ഭയങ്കര കളിയാണ് കേട്ടോ. കുറേ ദിവസമായിട്ടോ അവന് ഹൈ ചെയറും ഫീഡിങ് ചെയറില്ലേ അതും പിന്നെ ഒരു സിങ്ങും ഊഞ്ഞാല് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിഷുക്കൈ നീട്ടം കിട്ടിയ പൈസയും കൊണ്ട് മേടിക്കാമെന്ന് വിചാരിച്ച്, അവൻ്റെ വിഷുക്കൈ നീട്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇത് പക്ഷേ അതിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അനിയൻ്റെ ടീഷർട്ട് ഇട്ട് അവൻ നടക്കുന്നതാണ്. പിന്നെ കാണിച്ചത് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ അവൻ ഇത് നമ്മുടെ എന്തായിരുന്നു ഗിയറിലൊക്കെ പിടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് വലിയ ധാരണയില്ലാന്ന്. ശരിയാണ്, എനിക്ക് വലിയ ധാരണയില്ല. അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകണം കേട്ടോ. 3 കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് ഹൈ ചെയർ കിട്ടിയത്. അപ്പോൾ ആദ്യം കയറിയ കട ഏതാണ്, ഞങ്ങൾ ഫുൾ അരിച്ച് പെറുക്കി. ഞങ്ങൾ വേറെ പല സാധനങ്ങളും കണ്ടു, എല്ലാം വിലയൊക്കെ ചോദിച്ച് കുറേ നോക്കി. കുട്ടികളുടെ സാധനങ്ങളല്ലേ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അയ്യോ എല്ലാം നമുക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ തോന്നും. എന്തിന്, വെറുതെ ഒരു രസം. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ അവിടെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വണ്ടി, പക്ഷേ നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഒരു ബൈക്കിലേക്ക് ഇരുത്തി നോക്കി. ആൾ ഭയങ്കര അയ്യോ എന്താ പോസ്, ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾക്ക് നിന്ന്. പിന്നെ എൻ്റെ ഏട്ടൻ ചെറിയ വണ്ടി പ്രാന്തനായത്. ഏട്ടനല്ല, 2 പേരും മോശമൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് വണ്ടി കണ്ടപ്പോൾ അതിലെല്ലാത്തും ഇരുത്തി നോക്കണം. അങ്ങനെ ഏതൊക്കെയോ വണ്ടിയിൽ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവനാണിച്ചാൽ ഭയങ്കരമായിട്ട് സഹകരിച്ചു കേട്ടോ. എല്ലാത്തിലും ഇരുന്ന് ഭയങ്കര പോസായിരുന്നു. പിന്നെ അവന് നുള്ളിപ്പറിക്കാൻ കിട്ടിയാന്ന് വെറുതെ വിടില്ല. അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നുള്ളിപ്പറിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനം മേടിക്കാതെ ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോവാണ് കേട്ടോ. ഞാനും ഏട്ടനും അനിയനും പിന്നെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. അത് അവനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രുദ്രപ്പനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോവാണേ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെയും ഇല്ല, സാധനം ഇല്ല. പക്ഷെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഊഞ്ഞാൽ തന്നെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ വേണ്ട, നമ്മുടെ ഒരു സ്പോഞ്ച് ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, പഞ്ഞിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സുഖം ഉണ്ടാവും അതിലിരിക്കാൻ. അപ്പോൾ അങ്ങനത്തെ മേടിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സെയിം സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കളർ ചേഞ്ച് നമുക്കിനി ഇഷ്ടപ്പെട്ടാലും നമ്മൾ ചോദിക്കുമല്ലോ കളർ ചേഞ്ചൊക്കെ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ഞങ്ങൾ അതുതന്നെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അത് മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. അവിടെയും കുറേ കുഞ്ഞി സാധനങ്ങൾ, ഷൂ ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കണ്ടപ്പോൾ കൊതിയായി മേടിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് കടയിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഹൈ ചെയർ കിട്ടിയത് കേട്ടോ, ഫീഡിങ് ചെയർ കിട്ടിയത്.
ഞങ്ങളതൊക്കെ പാടെ പെട്ടിയിലാക്കിയിട്ട് പോവാണ്. പിന്നെ ഒരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവന് കുഞ്ഞി ചെരുപ്പ്. അവനിപ്പോൾ ഇങ്ങനെ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ പി ഉള്ള കുഞ്ഞി ചെരുപ്പില്ലേ, അങ്ങനത്തെ മേടിച്ചു. പിന്നെ വീട്ടിൽ വന്നു കൈയോടെ അവരെന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. കാരണം അച്ഛന് ഇങ്ങനെ കയറി നിന്നിട്ട് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കാരണം പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്ക് വയ്യ. അപ്പോൾ പിന്നെ അവരെന്നെ കൊണ്ട് തന്നെ പോണതിൻ്റെ മുന്നേ എല്ലാം ഊഞ്ഞാലൊക്കെ കെട്ടി മറ്റേ ഹൈ ചെയറൊക്കെ റെഡിയാക്കി കേട്ടോ. ആട്ടി തരട്ടെ അമ്മ. ആ കണ്ട അവൻ തുള്ളണ കേക്ക്, അവൻ തുള്ളണ കേക്ക്. എവിടെ നമ്മുടെ കുട്ടി? ഇത് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, അവന് അതിൽ കിടന്ന് ചാടിയായിരുന്നു. പക്ഷേ ഇപ്പം അവൻ ഇങ്ങനെ നമ്മൾ അതിൽ കൂടെ പോകുന്ന സമയത്ത് ഹോളിലാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണെങ്കിൽ അവൻ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിലിരിക്കണം എന്ന് പറയും. അതിൽ കിടന്നുറങ്ങും. അതിൽ കിടന്നിട്ട് അവൻ TV കാണും. നമ്മളൊക്കെ അവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ അവൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മളോട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത സാധനം അത് അവിടെ സൈഡിലിരുന്നിട്ട് അവർ റെഡിയാക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് മേടിച്ചാലും അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് പൊട്ടിച്ച് അവിടെ നിന്ന് പൊട്ടിച്ച് നോക്കിയില്ല. ഒന്നേ ഞങ്ങൾ ലേറ്റായി. അയ്യോ എന്തേ. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് അത് ഫിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് അതിന് കാല് വെക്കുന്നൊരു ഭാഗമുണ്ടേ, അവന് ചവിട്ടുന്ന. അപ്പോൾ ആ സ്ഥലം അതൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് അല്ലേ, അവർ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് റീപ്ലേസ് ചെയ്ത് മേടിക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടിയിലായിരുന്നു. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് അതൊക്കെ ശരിയാക്കുന്നു. പിന്നെ അവർ ചായക്ക് കുടിച്ചിട്ട് അവർ പോയി കേട്ടോ. കുറേ നേരം അതിലിരുന്നു. അതിനെന്തോ കാല് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തോ പ്രശ്നം എന്തോ, അത് അവരുടെ സെക്ഷനല്ലേ, എനിക്കതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ല. ഒറ്റയ്ക്കാണെങ്കിലൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ പോയി ഞാൻ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ അവരുള്ളത് കാരണം എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരെന്നെ സെറ്റാക്കിക്കോളും. കാരണം അവന്മാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, ഇങ്ങനത്തെ ഓരോ വിക്രസികളൊക്കെ. രുദ്രട്ടന് മോശമൊന്നുമില്ല കേട്ടോ. എന്ത് കിട്ടിയാലും അവൻ ബാറ്ററി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു നോക്കും. റിമോട്ട് അതുപോലെ കളിക്കുന്ന എന്തെങ്കിലും ബാറ്ററി ഇടുന്ന കളിപ്പാട്ടങ്ങളാണെന്ന് വെച്ചാൽ അവൻ തിരിച്ച് ബാറ്ററി ഭാഗം നോക്കി അവൻ അതെങ്ങനെയെങ്കിലുമൊക്കെ കൊട്ടിയിട്ടും എറിഞ്ഞിട്ടൊക്കെ അവൻ ബാറ്ററി എടുക്കും. എന്നിട്ട് ബാറ്ററി വായിലിടും. അത് അവൻ്റെ ഒരു സ്ഥിരം ഹോബിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ അച്ഛമ്മയും കുട്ടി ഊഞ്ഞാലൊക്കെ ആടുന്നു. ഇപ്പോൾ പിന്നെ അച്ഛനാണ് കേട്ടോ ഫുൾ ടൈം. അച്ഛച്ചനെ കൂടെയാണ് ഊഞ്ഞാലാട്ടം. അച്ഛച്ചനെ ആട്ടി ആട്ടി ഉറക്കമൊക്കെ ചെയ്യും. നല്ല രസമാണ്. അവന് ഇഷ്ടമാണ്. കുറേ നേരം ഇരിക്കും, ഉറങ്ങും. പിന്നെ അവന് ഇപ്പം ഇരിക്കാനൊക്കെ അറിയാം. അവൻ എണീക്കണമെങ്കിൽ അവൻ കൈ പൊക്കും, അതിൽ പിടിച്ചിരിക്കും. കാലൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കയറ്റി വെക്കും ചവിട്ടിയിട്ട്. ഇപ്പോൾ പിന്നെ ആൾ ഉഷാറായി. മറ്റേ ഹൈ ചെയറിൽ ഇരിക്കും കേട്ടോ. പക്ഷെ അതിൽ ഇരിക്കുമ്പോൾ അവന് വലിയ താല്പര്യമില്ല. ഒന്നേ ഞാൻ കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് കൂടുതൽ സമയം ഇരുത്താറ്. അപ്പോൾ ഭക്ഷണം കഴിക്കലേ ഒരു മടിയുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അതിൽ പിടിച്ചിരുത്തി ലോക്ക് ചെയ്ത് വെച്ചിറക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവൻ വേഗം അതിൽ നിന്ന് എണീക്കണം. അപ്പോൾ എണീറ്റിട്ടില്ല വെച്ചാൽ അവൻ കച്ചറയാക്കും.
അടുത്ത നമ്മുടെ സാധനമാണ്, ഏറ്റവും ക്യൂട്ടായ സാധനമാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞു ചെരുപ്പ്. അവൻ ചെരുപ്പിട്ടിട്ട് അവൻ നടക്കുമ്പോൾ ഭയങ്കര രസമാവും. പക്ഷേ അവൻ ചെരുപ്പിട്ടിട്ട് കാലിക്കല്ല നോക്കുന്നത്, അവൻ എങ്ങനെ അത് കാലെടുത്ത് വായിലിടാം, ചെരുപ്പ് എങ്ങനെ കടിക്കാന്നാണ് കേട്ടോ അവൻ്റെ ഒരു എന്താ പറയുക, അതിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അവനെ കടിക്കാൻ. അത് ചെരുപ്പ് കിട്ടാൻ നടക്കും. അങ്ങനെ അതും ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ കൊടുക്കുമ്പോഴുള്ള ഒരു വീഡിയോ എടുത്താൽ ടി വി കണ്ടിട്ട് അവൻ ഭക്ഷണം കഴിക്കാം, ഞാൻ അതിലിങ്ങനെ ഇട്ട് കൊടുക്കും. നമുക്കത് വാഷ് ചെയ്യാം കേട്ടോ, പ്ലേറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴുകണം, എല്ലായിടത്തും കൂടെ ആക്കിയിട്ടുണ്ടാവും. പക്ഷെ നല്ല സുഖമാണ് കേട്ടോ, നമുക്കും സുഖമാണ്, അവർക്കും ഒരു ഭാഗത്തിരുന്ന് കഴിക്കാം, സെൽഫായിട്ട് കഴിക്കാനൊക്കെ പഠിക്കും. ഇപ്പോൾ അവൻ ഇങ്ങനെ കഴിക്കും, എനിക്കും തരും, അച്ഛനും കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുത്തിട്ട് അവൻ കഴിക്കും കേട്ടോ. ഇപ്പം തന്നെ ആൾ ഭയങ്കര ഷെയറിങ് ഒക്കെയാണ്. ഇനി വലുതാവുമ്പോൾ എന്താണ് അവസ്ഥ. അങ്ങനെ അതിലിരുത്തിയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ പെറുക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ വായിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഇറങ്ങിപ്പോവും, മിക്കതും അവൻ തുപ്പിക്കളയും കേട്ടോ. എന്നാലും കുറേയൊക്കെ സ്വയം പെറുക്കി കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. കണ്ടോ, ഊഞ്ഞാലിരുന്നിട്ട് ഉറങ്ങും ആശാൻ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കലാപരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ. ആരെങ്കിലൊക്കെ വേണമെങ്കിൽ മേടിച്ചോളൂ, നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പ്രായത്തിൽ നമുക്ക് ഇതൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കാൻ സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവന് മേടിച്ചു കൊടുക്കാൻ. ഇനി അവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതുവരെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ അവർ കണ്ടതൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെ പൊക്കോളും. അങ്ങനെ പിന്നെ വൈകുന്നേരത്തത് ഞാൻ ഇന്നലെയൊക്കെ നടക്കുന്ന വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പുറത്തു കൂടെ നടക്കായിരുന്നു, നല്ല ക്ലൈമറ്റ്, എന്തോ ഒരു മഞ്ഞ വെളിച്ചം പോലെ കേട്ടോ വൈകുന്നേരത്ത്. അപ്പോൾ നല്ല രസം ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെന്താ അങ്ങനെയൊക്കെ. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ? ഇവിടെ 2 ദിവസം മഴ പെയ്തു കേട്ടോ. നല്ല മഴയല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്തു, ഒന്ന് നനയാൻ മാത്രം. ആ ദിവസം നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങാൻ, ചൂടില്ലാതെ ഉറങ്ങി. പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ നിന്നപ്പോൾ വീണ്ടും ബുദ്ധിമുട്ട് തുടങ്ങി, ചൂടിൻ്റെ പ്രശ്നം. എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ? വീഡിയോ കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ആരും കാണുമൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ പറയാം, വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ പറയാറില്ല അതുപോലെ കമൻറ്റ് ചെയ്യാൻ, പക്ഷെ ആരും. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ട് കമൻറ്റൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് പോവാണേ. പിന്നെ ഞാൻ വിചാരിക്കും അവൻ്റെ ഇങ്ങനെ ഓരോ കളികളൊക്കെ ഇങ്ങനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും കാണാമല്ലോ, എവിടെയും പോവില്ലല്ലോ. അപ്പം അതാണ് ഒരു ബെനിഫിറ്റ് ആകെയുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ. ഇഷ്ടമായോ എന്ന് പറയണേ. ഓക്കെ, ബൈ.